സത്യത്തിൽ ഈ 53-ാം സങ്കീർത്തനത്തിന്റെ ചരിത്രപരമായ അതിന്റെ പശ്ചാത്തലങ്ങളൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വായിച്ചത്, സിയോനിൽ നിന്നും ഇസ്രായേലിന്റെ രക്ഷ വന്നുവെങ്കിൽ ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കും, ഇസ്രായേൽ ആനന്ദിക്കും. എല്ലാവർക്കും വളരെ അറിവുള്ളൊരു വാക്യമാണ്. സ്തോത്രം. ഒന്ന്, സിയോനിൽ നിന്നും ഇസ്രായേലിന്റെ രക്ഷ വന്നു എങ്കിൽ. സത്യത്തിൽ ഇത് ഈ ചോദ്യം ചോദിച്ചത് ഇസ്രായേലിന് രണ്ടാമത്തെ രാജാവാണ്. ആരെ രണ്ടാമത്തെ രാജാവ്? ഇസ്രായേൽ രണ്ടാമത്തെ രാജാവ് നമുക്കറിയാം, ദാവീദാണ്. സത്യത്തില് ഈ ദാവീദിനെ കുറിച്ച് ഞങ്ങൾക്ക് പറയാക്കൂല. കാരണം ദാവീദ് എന്ന് പറയുമ്പോ ഒരുപാട് വിശ്വാസ മക്കൾ പറയാറുണ്ട്. ഇന്ന് കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പേ ഞാൻ ഒരു സഭയിൽ പ്രസംഗിക്കാൻ പോയപ്പോഴ് അവിടുത്തെ ഒരു അച്ചായൻ പറയണം, പ്രായമുള്ള അച്ചായൻ പറഞ്ഞു, ഞങ്ങളുടെ പാസ്റ്റർക്ക് എന്നും ദാവീദും ഗോലിയാത്തും കല്ലും കവണയും ഉള്ളത്. ഒരു അല്ലേൽ പറഞ്ഞാട്ടെ, ഞങ്ങളുടെ പാസ്റ്റർക്ക് എല്ലാ ഞായറാഴ്ചയും ദാവീദും കല്ലും കവണയും ഗോലിയാത്താണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ദാവീദിന്റെ പേര് പറയാൻ ഭയങ്കര പേടിയാണ്. സ്തോത്രം ചെയ്യും. ഞങ്ങളെ കൂടെ ആളെ ചിത്രം. അതുകൊണ്ട് ഞാൻ സത്യത്തിൽ 150 സങ്കീർത്തനം ഉണ്ടെങ്കിലും ഈ 150 സങ്കീർത്തനത്തിനകത്ത് ഏറ്റവും കൂടുതൽ എഴുതിയത് ദാവീദാണ്. അപ്പൊ ഞായറാഴ്ച സങ്കീർത്തനം വായിക്കാറുണ്ട്. സത്യത്തില് എത്രയും ഒരു ആസാബും അതേപോലെ മോശയും കോരകിന്റെ പുത്രന്മാരും ഇങ്ങനെയൊക്കെ എഴുതി ചുരുക്ക സങ്കീർത്തനേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഏത് സങ്കീർത്തനം ഞായറാഴ്ച വായിക്കാൻ എടുത്താലും ദാവീദിനെ കിട്ടുള്ളൂ. അപ്പൊ പുള്ളിയിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സ്വതന്ത്രം ചെയ്യുന്നു. വിശ്വാസി പറയും എന്നും ഞങ്ങളുടെ വാസക ദാവീദേ ഉള്ളത്. സ്വന്തം. അതുകൊണ്ട് ഞങ്ങൾ പേര് പറയുന്നില്ല. സ്വതന്ത്രം. ഞാൻ പറഞ്ഞ അർത്ഥം, സത്യത്തിൽ ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ ചിന്തിക്കണം. ഈ സിയോനിൽ നിന്നും ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ, ഇവിടെ നോക്കൂ, നമ്മുടെ പിതാക്കന്മാരൊക്കെ ആഗ്രഹിച്ചെന്തെന്നറിയാം, രക്ഷ കാണണം. രക്ഷ കാണണം. പിതാക്കന്മാരുടെ ഏക ലക്ഷ്യം ഞങ്ങൾക്ക് രക്ഷകനെ കാണണം. അത് അബ്രഹാം മുതൽ ഇങ്ങോട്ട് കടന്നു വരുന്ന പ്രവാചകന്മാരും പിതാക്കന്മാർ എല്ലാവരും ആഗ്രഹിച്ചത് രക്ഷ കാണണം. ദാവീദിനാണെങ്കിലോ രക്ഷകനെ കാണാൻ ഭയങ്കര ആഗ്രഹം. കാരണം ദാവീദിനറിയാം, അനാദികാലം മുതൽ അണിയറയിൽ പിതാവായ ദൈവം സൂക്ഷിച്ച് നമുക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ച ഒരാളാണ് രക്ഷകനായ യേശു ക്രിസ്തു. ആ രക്ഷകനെ കാണാൻ വേണ്ടി പിതാക്കന്മാർ ആഗ്രഹിച്ചു. ഞങ്ങളെ കണ്ണടയും മുമ്പേ, ഞങ്ങൾ മരിക്കും മുമ്പേ ആ രക്ഷ ഒന്ന് കാണണം. അതുകൊണ്ടല്ലേ സ്വന്തം ദാവീദ് പറഞ്ഞത്, സിയോനിൽ നിന്നും ആ രക്ഷകൻ ഒന്ന് വന്നെങ്കിൽ ആ രക്ഷകൻ എനിക്കൊന്ന് കാണാൻ ആഗ്രഹിക്കുന്നു. കണ്ടോ, പിതാക്കൾ ദാവീദ് പറഞ്ഞു, എനിക്ക് രക്ഷകനെ കാണണം. ഈ പറഞ്ഞ ആരെന്നറിയാമോ? ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവ്. ദൈവം നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് ദൈവം തിരഞ്ഞെടുത്ത ആളാണ് ദാവീദ് എന്ന് പറയുന്നത്. സത്യത്തിൽ ഈ തിരഞ്ഞെടുപ്പിന് പ്രത്യേകതകളുണ്ട്. ശൗല് തന്റെ അപ്പന്റെ ആടുകളെ കഴുതുകളെ തേടി കാട്ടി ചെല്ലുമ്പോഴും രാവിലെ മുതൽ വൈകുന്നേരം വരെ തന്റെ ഭൃത്യന്മാരുമായി അപ്പന്റെ കഴുതയെ തേടിയാണ് ചെല്ലുന്നത്. പക്ഷെ രാത്രിയായിട്ട് കഴുതയെ കാണാൻ കഴിഞ്ഞില്ല. കഴുതയെ കണ്ടു കിട്ടാതെ വന്നപ്പം ശൗല് കൂടെ വന്ന ഭൃത്യന്മാരെ പറഞ്ഞു, ഇനി വീട്ടിൽ പോകാം. നമ്മൾ തേടി ഇറങ്ങിയ കഴുതയെ കണ്ടില്ല. ഇനി അപ്പൻ കഴുതകളെ കുറിച്ചുള്ള വിചാരം വിട്ടിട്ട് നമ്മളെ കുറിച്ച് വിചാരിച്ച് അപ്പൻ അറ്റാക്ക് വരും. സ്വതന്ത്രം ചെയ്തു. അതുകൊണ്ട് ഇനി കഴുതയെ കിട്ടിയില്ലെങ്കിലും നമുക്കെങ്കിലും തിരിച്ച് അപ്പന്റെ അടുക്കൽ മടങ്ങിപ്പോകാം എന്ന് ശൗൽ ഭൃത്യന്മാരെ പറയുമ്പോൾ ഭൃത്യൻ പറഞ്ഞൊരു പദമുണ്ട്, ഇല്ല യജമാനനെ, നമ്മൾ രാവിലെ മുതൽ തേടി ഇറങ്ങിയ അല്ലെങ്കിൽ അന്വേഷിച്ചിറങ്ങിയ കഴുതയെ കാണാതെ നമ്മൾ മടങ്ങി വീട്ടിൽ പോകത്തില്ല എന്ന് ഭൃത്യൻ പറഞ്ഞു. അങ്ങനെ കഴുത തേടി ഇറങ്ങിയ ശൗലിന് സ്വതന്ത്രം ചെയ്യുന്നു. രാജാവാകാൻ വേണ്ടി പോയതെല്ലാം അവൻ പോയത് വില കുറഞ്ഞ കഴുതയെ തേടി കാട്ടിപ്പോയവൻ തിരിച്ചു മടങ്ങി വന്നത് വില കുറഞ്ഞ കഴുതയുമായിട്ടല്ല,
മടങ്ങി വന്നത്. ഒന്ന് കരമുയർത്തി സ്തോത്രം ചെയ്യാമോ? ആമേൻ. ഇന്ന് രാത്രിയിൽ എന്റെ ശബ്ദം ഇതിനകത്തിരുന്ന് വിവിധ രാജ്യത്തിരുന്ന് കേൾക്കുന്ന ദൈവമക്കളോടും അഭിഷക്തന്മാരോടും കർത്താവിന്റെ ദാസന്മാരോടും ഒരു വിശ്വാസ മക്കളോടും ആത്മാവിൽ എനിക്ക് ഇന്ന് രാത്രി ആരംഭത്തിൽ പറയേണ്ടത്, ഈ യോഗത്തിൽ എന്തെങ്കിലും പ്രതീക്ഷയോടെ ഒരു വിടുതലിന് വേണ്ടി നമ്മൾ ഏതെങ്കിലും ചെറിയ കാര്യം എനിക്കൊന്ന് കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ സൂമിൽ പങ്കെടുക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. ചെറുതല്ല, വില കുറഞ്ഞതല്ല ദൈവം നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന, ആർക്കും വിലമതിക്കാൻ കഴിയാത്ത ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഇടാൻ പോകുന്നു എന്ന് ആത്മാവിൽ ഇന്ന് രാത്രി പ്രവചിക്കുന്നു. വില കുറഞ്ഞ കഴുകെ തേടി പോയവൻ മടങ്ങി വന്നത് വിലമതിക്കാൻ കഴിയാത്ത രാജാവായി വീട്ടിൽ വന്നെങ്കിൽ. സ്വതന്ത്രം ചെയ്യുന്നു. ഞാൻ ആ ഭാഗം പറയാൻ കാരണം, ദാവീദിന്റെ മേലും ശൗലിന്റെ മേലും വീണിരിക്കുന്ന അഭിഷേകത്തിന് പ്രത്യേകതയുണ്ട്. കാട്ടിൽ വെച്ച് വഴിയിൽ വെച്ചൊക്കെ ആണ് ശൗലിന്റെ മേൽ ദൈവം അഭിഷേകം ചെയ്തത്. അത് തൈലപാത്രം എടുത്ത് ശമൂവേല് സ്വതന്ത്രം ചെയ്യുന്നു, ശൗലിനെ അഭിഷേകം ചെയ്തു. പക്ഷേ ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്തത് തൈലപാത്രത്തിലെല്ലാം സ്വതന്ത്രം ചെയ്യുന്നു. കൊമ്പിനകത്ത് തൈലമൊഴിച്ചാണ് ദാവീദിന്റെ തലമേൽ അഭിഷേകം വീണത്. പാത്രത്തിൽ വീഴുന്ന തൈലം അഭിഷേകം ഒരുപക്ഷെ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ കൊമ്പിന്മീതെ കൊമ്പിനകത്ത് തൈലമൊഴിച്ചിട്ട് ഒരു അഭിഷേകത്തിന്റെ തലയിൽ വീണാൽ അത് നഷ്ടപ്പെടത്തില്ല. കാര്യം അറിയാമോ? കൊമ്പിനൊരു പ്രത്യേകതയുണ്ട്. ഒരു കൊമ്പുണ്ടാകണമെങ്കിൽ ഒരു മൃഗം അറുക്കപ്പെടണം. കരമുയർത്തി സ്തോത്രം പറയാമോ? ഒരു കൊമ്പുണ്ടാകണമെങ്കിൽ ഒരു ആട്ടിൻകുട്ടി അറുക്കപ്പെടണം, ഒരു മൃഗം അറുക്കപ്പെടണം. അങ്ങനെയാണെങ്കിൽ അനാദികാലം മുതൽ നമ്മുടെ ദൈവത്തിന് നമ്മുടെ മഹാദൈവം നമുക്ക് വേണ്ടി രക്ഷകനായി സൂക്ഷിച്ചു വെച്ച കുഞ്ഞാട് അറുക്കപ്പെട്ട ആ കുഞ്ഞാടിന്റെ കൊമ്പിനകത്താണ് തൈലം വീണ് ദാവീദിന്റെ വീണത്. കരം ഉയർത്തി ദൈവത്തെ സ്വന്തം ചെയ്യാമോ? ആ തൈലം വീണവര് ഒരിക്കലും നഷ്ടമായി പോകത്തില്ല. ഇന്നയോളം വിവിധ പ്രതിസന്ധികൾ, വിവിധ പ്രതികൂലങ്ങൾ, വിവിധ അനർത്ഥങ്ങൾ, വിവിധ ആപത്തുകൾ നമ്മുടെ ശുശ്രൂഷയിൽ നിന്നും തകർത്ത് കളയാൻ വിവിധ വാക്കുകൾ കൊണ്ട് ദേശത്തിൽ നിന്ന് വ്യക്തികൾ ഉയർന്നിട്ട് എന്താ ഷാജി പാസ്റ്ററെ, അജി പാസ്റ്ററെ, സഹോദരി സഹോദരന്മാരെ, നമ്മൾ തകർന്നു പോകാത്തത് നമ്മുടെ മേൽ വീണിരിക്കുന്ന ഈ പറയപ്പെടുന്നവരെ തല വീണ തൈലമല്ല, ആട്ടിൻകുട്ടി അറക്കപ്പെട്ട ആ കൊമ്പിനകത്ത് നിറച്ചാണ് നമ്മുടെ മേൽ ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നത്. വിശ്വസിക്കുന്നുവെങ്കിൽ ഒന്ന് കാലം അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇതൊരു ബൈബിൾ കൺവെൻഷൻ ആണെങ്കിലും ഒരു വലിയ ദൈവശക്തി ഇതിനകത്ത് വ്യാപരിക്കുകയാണ്. ആ ദാവീദാണ് പറഞ്ഞൊരു പദം, എനിക്ക് രക്ഷനെ കാണണം. സിയോനിൽ നിന്നും ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ സ്വതന്ത്രം ചെയ്യുന്നു, ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റും. അപ്പോൾ രക്ഷകനെ കാണാൻ ആഗ്രഹിച്ച ഒരാളാണ് ആരെന്നറിയാമോ? ദാവീദ്. പക്ഷെ ഒരു കാര്യം ചിന്തിക്കണം, രക്ഷ കാണാൻ പറ്റിയില്ല കേട്ടോ. രക്ഷ കാണാൻ പറ്റിയില്ല. പിതാക്കന്മാര് ദാവീദ് ഉൾപ്പെടെ രക്ഷകനെ കാണാൻ ആഗ്രഹിച്ചു. അവർ രക്ഷകനെ കണ്ടില്ല, പക്ഷെ വിടുതൽ കണ്ടു. ഒരു സ്തോത്രം മക്കൾ പറയാമോ? പക്ഷെ രക്ഷകനെ കാണാൻ ഭാഗ്യം കിട്ടിയത് സാധുക്കളായ നമ്മക്ക. അതുകൊണ്ട് കരമുയർത്തി ആ കർത്താവിന് മഹത്വം കൊടുക്കാം. രക്ഷ കാണാൻ ആഗ്രഹിച്ചപ്പോ അവർക്ക് രക്ഷകനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ആ രക്ഷയെ കരസ്ഥമാക്കാൻ, ആ രക്ഷകനെ കാണാൻ സാധുക്കളായ എനിക്കും നിങ്ങൾക്കും ദൈവം ഭാഗ്യം തന്നെങ്കിൽ സ്വതന്ത്രം ചെയ്യുന്നു. യഹൂദന്മാരൊക്കെയും രക്ഷകനെ കാണാൻ ആഗ്രഹിച്ചു, പക്ഷേ അവർക്ക് രക്ഷ കണ്ടില്ല. അവരുടെ പക്ഷേ വിടുതൽ കണ്ടു. പണ്ടൊരിക്കൽ മോശ ഇസ്രായേൽ മക്കളെ 430 വർഷം കാലപ്പഴക്കമുള്ള കെട്ടിനെ സെക്കൻഡുകൾ കൊണ്ട് മോശ അഴിച്ചുകൊണ്ട് വാഗ്ദത്ത ദേശത്തേക്ക് വരുമ്പോൾ അതിന്റെ പിന്നാലെ വരുന്ന ശത്രു സൈന്യം, ഫറവോനി സൈന്യം അവരെ പിന്നാലെ വരുമ്പോൾ മോശ ഒരിക്കൽ പറഞ്ഞൊരു പദമുണ്ട്. ജനം പേടിച്ചുപോയി. ഈ സൈന്യത്തെ കണ്ട് പേടിച്ചപ്പോൾ മോശ പറഞ്ഞൊരു പദമുണ്ട്. സ്തോത്രം ചെയ്യുന്നു, നിങ്ങൾ ഉറച്ചു നിൽപ്പീൻ, ഇന്ന് കണ്ട മിസ്രയീം വരെ ഇനി ഒരു കാലം നിങ്ങൾ കാണുകയില്ല. സ്വതന്ത്രം ചെയ്യുന്നു. സ്വതന്ത്രം എന്ന് വെച്ചാൽ അവിടെ പറഞ്ഞൊരു പദമുണ്ട്. പുറപ്പാട് 14:13 വായിക്കുമ്പോൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു വാക്യം വായിക്കാമോ? പുറപ്പാട് 14:13 വേഗത്തിൽ
അവിടെ മോശ ഒരു പദം പറഞ്ഞു രക്ഷയെക്കുറിച്ച്. 14:13. അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ഇരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. ഒന്ന് കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ദാവീദ് പറഞ്ഞു, ഞങ്ങൾക്ക് സിയോനിൽ നിന്നും ഇസ്രായേലിന്റെ രക്ഷ കാണണം. മോശ ജനത്തോട് ഏകദേശം 10-30 ലക്ഷം ജനത്തോടും മോശ പറയുന്നു, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. പക്ഷേ അത് പറഞ്ഞെങ്കിൽ അവർ രക്ഷകനെ കണ്ടില്ല, അവര് വിടുതൽ കണ്ട്. ഒരു സ്തോത്രം പറയാമോ? രക്ഷകനെ കാണാൻ ഭാഗ്യം കിട്ടിയത് എനിക്ക് നിങ്ങൾക്കുമാണ്. സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട് രക്ഷകനെ കാണാൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഈ സൂമിലൂടെ ഈ ബൈബിൾ കൺവെൻഷനിൽ സ്തോത്രം ചെയ്യുന്നു പങ്കെടുക്കുന്ന ദൈവമക്കളെ കുറിച്ച് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ഈ കൺവെൻഷനിലൂടെ പറയുന്നു, രക്ഷകനെ ഇതുവരെ കാണാൻ ആർക്കും കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ സുവിശേഷ യോഗത്തിലൂടെ ചാൻസാണ് നിങ്ങൾക്ക് വേണ്ടി ഷാജി പാസ്റ്റർ ഈ യോഗം നടത്തുന്നത്. സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. നോക്കൂ, രക്ഷകനെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചവർക്ക് കണ്ടില്ല, പക്ഷെ രക്ഷകനെ കാണാൻ ഭാഗ്യം കിട്ടി നമുക്ക്, പിതാക്കന്മാർക്ക് കാണാൻ ഭാഗ്യം കിട്ടിയില്ല. സ്തോത്രം ചെയ്യുന്നു. കാരണം നമ്മൾക്കും ഈ രക്ഷകനെ കാണാൻ ഒരിക്കലും കഴിയാതിരുന്ന കാലഘട്ടമുണ്ട്. നമുക്ക് രക്ഷകനെ കാണാൻ നമ്മൾ യോഗ്യരല്ല. രക്ഷകനെ കാണാൻ യോഗ്യത ആരെന്നറിയാമോ? യഹൂദന്മാർക്ക്. ഒരല്ലേല് പറഞ്ഞാട്ടെ, യഹൂദന്മാർക്ക് രക്ഷകനെ കാണാൻ ഭാഗ്യമുള്ളത്. നമ്മൾക്കാർക്കും രക്ഷകനെ കാണാൻ ഭാഗ്യമില്ല. ഭാഗ്യമില്ലാത്ത നമ്മക്ക് രക്ഷകനെ കണ്ടു. കാരണം അറിയാമോ? നമ്മക്ക് രക്ഷ കാണിക്കാൻ വേണ്ടി ദൈവത്തിന്റെ വചനം പറയുന്നു. സ്തോത്രം. സ്വന്തം ജനമായ യൂദന്മാരെ തള്ളി അന്ധതയിൽ കിടന്ന ബഹു സന്തതമോ എഴുന്നേൽക്കുക പുറജാതി സന്തതിയേയോടെ. ഇവിടെ നോക്കൂ, സ്വന്ത ജനമായ യൂദന്മാരെ തള്ളിയിട്ട് അന്ധതയിൽ കിടന്ന നമ്മളെ പിടിച്ചെടുത്ത് ആ രക്ഷ കാണിപ്പാൻ നമ്മുടെ ദൈവത്തിന് നമ്മോട് കാണിച്ച കരുണയെ കുറിച്ച് ഇതിനകത്ത് മിണ്ടാതിരിക്കാൻ പറ്റുമോ? മക്കളെ, സ്വന്തം മക്കളെ തള്ളിക്കളഞ്ഞു. അപ്പൊ ദൈവസ്നേഹം കണ്ടോ? നമ്മളെ രക്ഷ കാണിക്കാൻ, രക്ഷകനെ നമ്മളെ കാണിക്കാൻ വേണ്ടി മഹാദൈവം തന്റെ സ്വന്ത ജനമായ യൂദന്മാരെ തള്ളി. ആ പാട്ട് ഒന്നുകൂടെ അജി ജോസഫ് പാസ്റ്റർക്ക് പാടാൻ പറ്റുമോ എനിക്കറിയത്തില്ല. സ്വന്തം ജനമായ യൂദന്മാരെ തള്ളി അന്ധതയിൽ കിടന്ന ബഹു സന്തതമോ എഴുന്നേൽക്കുക പുറജാതി സന്തതിയേകിയോനെ. പാടും ഞാനേശുവിനാൽ. പാടിക്കോ. പാടും ഞാനേശുവിനാൽ ജീവൻ പോവോളം നന്ദിയോടെ പാടും ഞാനേശുവിനാൽ. ജീവൻ പോവോളം നന്ദിയോടെ, ജീവൻ പോവോളം നന്ദിയോടെ. ഒന്നുകൂടെ. സ്വന്ത ജനമായ യൂദന്മാരെ തള്ളി മതി. യൂദന്മാരെ തള്ളിയ Glory to God.
നീടും പുറജാതി ആമേൻ. പാടും ഞാനീശുവിനാൽ ജീവൻ പോലും നന്ദിയോടെ ജീവൻ പോലും നന്ദിയോടെ. കണ്ടോ, സ്വന്ത ജനമായ രക്ഷകനെ കാണാൻ, രക്ഷയെ കരസ്ഥമാക്കാൻ അംഗീകാരമുള്ള, യോഗ്യതയുള്ള ദൈവത്തിന്റെ സ്വന്ത ജനമായ യൂതന്മാരെ മാറ്റി നിർത്തിയിട്ട് അന്ധതയിൽ കിടന്ന നമ്മളെ അന്ധകാരത്തിൽ നിന്നും പിടിച്ചെടുത്ത് അത്ഭുത പ്രകാശമായ രക്ഷകനെ കാണാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. മക്കളെ, ഒരു നിമിഷമെങ്കിലും നമുക്ക് അകന്നു പോകാൻ പറ്റത്തില്ല കേട്ടോ. ഈ രക്ഷയെ കരസ്ഥമാക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒഴിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. രക്ഷകനെ കാണാതെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റത്തില്ല. പത്രോസ് പറഞ്ഞൊരു പദമുണ്ട്, ഈ രക്ഷകനെ കാണാൻ പല സന്ദർഭങ്ങളിൽ പത്രോസ് ആഗ്രഹിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, സ്വോത്രം. നോക്കൂ, സത്യത്തിൽ ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന്റെ ആത്മാവിൽ പറയുന്ന, നമ്മുടെ മേൽ പുറത്തൊരു അഭിഷേകം, പുറത്തൊരു തീ ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷകനെ കാണാൻ പറ്റൂല. പത്രോസിന്റെ യേശുക്രിസ്തുവിന്റെ തോളത്തെ ക്രൂശ് കയറിയപ്പോൾ പത്രോസ് ഒരുപാട് അകലം വിട്ട് സഞ്ചരിച്ചു. 5 കോടതിയിൽ 6 പ്രാവശ്യം യേശുക്രിസ്തുവിനെ തിരിച്ചും മറിച്ചും വിസ്തരിക്കുമ്പോഴൊക്കെ യേശുവിന്റെ പിന്നാലെ പോയിട്ട് പത്രോസ് ഉണ്ടല്ലോ, അവിടെ ആൾക്കാരെ തീ കൂട്ടി കാഞ്ഞുകൊണ്ടിരിക്കുക. ഭയങ്കര തണുപ്പായിരുന്നു ആ സമയത്ത്. യേശുവിനെ വിസ്തരിക്കുമ്പോ തണുപ്പായിരുന്നു. ആൾക്കാരെങ്ങനെ തണുപ്പ് മാറാൻ വേണ്ടി തീ കുട്ടി കായുമ്പോ ഈ പത്രോസും ചെന്ന് തീ കാഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ ഈ തീ തന്റെ ബോഡി ശരീരത്തിൽ അടിച്ച് തണുപ്പ് മാറിക്കൊണ്ടിരിക്കുകയാണ്. തീ അടിക്കുന്ന അവിടെ ബോഡിയിൽ, പുറത്ത് തീ അടിച്ച് ചൂടടിച്ച് തണുപ്പ് മാറുമ്പോൾ ഒരാള് വന്ന് ചോദിച്ചു, നീയും കർത്താവായ ആ രക്ഷകന്റെ അല്ലെങ്കിൽ യേശുവിന്റെ കൂടെ ഉള്ള ആളല്ലേ? ഞാൻ നിന്നെ അവിടെ കണ്ടുള്ള. അപ്പൊ ഈ പുള്ളി പറഞ്ഞേക്കണോ, ഞാൻ അവനെ അറിയുന്നില്ല. അപ്പൊ തീ അവിടെ കത്തിയത്, പുറത്ത് തീ കത്തിയപ്പോ അവൻ പറയും, ഞാൻ അവനെ അറിയുന്നില്ല. അടുത്ത പദം കേട്ടോളെ, അറിയുന്നില്ല. കാരണം തണുപ്പ് മാറ്റി അറിയുന്നില്ല. കാലഘട്ടം കഴിഞ്ഞ് അവന്റെ അകത്ത് തീ വന്നപ്പോഴേ യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ടു. എന്നിട്ട് 40ാമത്തെ ദിവസം കഴിഞ്ഞു അവന് മേൽ പരിശുദ്ധാത്മാവിനെ ഊതി. ആ തീ അകത്ത് വന്നപ്പോൾ ഈ പത്രോസ് പറഞ്ഞ പദം കേൾക്കണമോ, മറ്റൊരുത്തലിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ കണ്ട. തീ അകത്ത് വന്നപ്പോൾ, അഭിഷേകം അകത്ത് വന്നപ്പോൾ അവൻ വിളിച്ചു പറയുന്നു, രക്ഷയില്ല. യേശുവിന്റെ ആത്മാവ് ഇന്ന് രാത്രി ശക്തമായ ദൈവമക്കളോട് പറയുന്നു, സിയോനിൽ നിന്നും ഇസ്രായേലിന്റെ രക്ഷ വന്നുവെങ്കിൽ ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റും. ഇവിടെ നോക്കൂ, രക്ഷ വന്നാൽ സ്ഥിതി മാറും. ഒരു സ്വോത്രം പറഞ്ഞാട്ടെ. ഇതിനകത്തൊക്കെ ഇങ്ങനെ ഞാനും ഷാജി പാസ്റ്ററും അജിത് പാസ്റ്ററും വിളിക്കുന്ന സഹോദരിമാരും മറ്റു പലരൊക്കെ ഇതിനകത്തിരിക്കുന്നവരുണ്ട്. നിങ്ങൾ ഇങ്ങനെ പച്ച പിടിച്ചിരിക്കാനുണ്ടല്ലോ, ഒറ്റ കാര്യമാണ്, രക്ഷ വന്നത് കൊണ്ടാ നമ്മുടെ സ്ഥിതി മാറിയത്. സ്വോത്രം പറഞ്ഞാട്ടെ, സ്വോത്രം. ഇനി നമ്മുടെ സ്ഥിതി മാറുമോ? ഇപ്പം നിങ്ങൾക്ക് പറയാൻ കഴിയും, ഈ രക്ഷകനെ കണ്ടത് കൊണ്ടാ ദൈവം ഞങ്ങളുടെ സ്ഥിതി മാറ്റിയത്. അതെവിടെ? സിയോനിൽ നിന്നും ഇസ്രായേലിന്റെ രക്ഷ. ആരാണ് ഇസ്രായേൽ രക്ഷ എന്ന് പറയുന്നവൻ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. സ്തോത്രം ചെയ്യുന്നു, രക്ഷകൻ. അതുകൊണ്ട് പത്രോസ് പറഞ്ഞത്, മറ്റൊരുത്തനിലും എന്തില്ല, രക്ഷയില്ല. യെശയ്യാ പ്രവാചകൻ
പ്രവാചകന്റെ പുസ്തകം 43 അധ്യായം 13 വാക്യം വായിക്കുമ്പോൾ അവിടെ ഒരു രക്ഷയെക്കുറിച്ച് പറഞ്ഞൊരു പദമുണ്ട്. ദൈവം പറയുന്നു, ദൈവം വാദിക്കുകയാണ്, ദൈവം തന്നെ പറയണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43 വാക്യം ഒന്ന് വായിച്ചേ. എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ആരുമില്ല, ഞാൻ പ്രവർത്തിക്കും, ആറത് കൊടുക്കും. ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ. അവിടെ നിർത്തി പറഞ്ഞു. അയ്യോ ഓടരുതേ ആന്റി ഒന്ന് നിർത്തി പറയണേ. സ്വത്രം ഞാൻ കൂടെ ഒന്ന് പറഞ്ഞോട്ട്. അവിടെ തുടങ്ങണം. ഞാൻ തന്നെ യഹോവ. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യം പറയും. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യം. പറയും. ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല. ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല. ഒരു കരമുയർത്തി ദൈവത്തിന് സ്വതന്ത്രം പറയാമോ? ദൈവം പറയുന്ന വാക്കാണ് ഞാനാകുന്നു, ഞാനല്ലാതെ ഒരു രക്ഷിതാവില്ല. രക്ഷയ്ക്ക് വേണ്ടി ആരെങ്കിലും മറ്റേതെങ്കിലും വഴികൾ സ്വന്തം അന്വേഷിക്കുന്നുവെങ്കിൽ ദൈവാത്മാവ് ഈ ബൈബിൾ കൺവെൻഷനിലൂടെ വിളിച്ചു പറയുന്നു, മറ്റൊരിടത്തും രക്ഷയില്ല. ദൈവം പറയുന്നു, ഞാനാകുന്ന രക്ഷകൻ, എന്നിൽ കൂടെ മാത്രമേ രക്ഷയുള്ളൂ, എന്നിൽ കൂടെ മാത്രമേ വിടുതലുള്ളൂ, എന്നിൽ കൂടെ മാത്രമേ സൗഖ്യമുള്ളൂ, എന്നിൽ കൂടെ മാത്രമേ ദൈവരാജ്യത്തിൽ പോകാൻ കഴിയത്തുള്ളൂ. രക്ഷ കേട്ടോ. ആ രക്ഷകൻ എവിടെ നിന്ന് വരണം? സിയോനിൽ നിന്ന് വരണം. എവിടെന്ന്? പിതാവായ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വരണം. അവിടെ പറയുന്നു, നമ്മുടെ കർത്താവ് ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണം എന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി രക്ഷകനായി ഭൂമിയിലേക്ക് വന്നു. കണ്ടോ, ദൈവമായിരുന്നവൻ ദൈവത്തിന്റെ സമത്വം മുറുകെ പിടിക്കാതെ സ്വതന്ത്രം ചെയ്യുന്നു. കണ്ടോ, രക്ഷകനായിരുന്നവൻ സ്വതന്ത്രം. ഈ യെശയ്യാവിന്റെ ഭാഷയെ പറഞ്ഞാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിയിരിക്കുന്നു, അവൻ അത്ഭുത മന്ത്രി, അവൻ വീരനാം ദൈവം, അവൻ നിത്യപിതാവ്, അവൻ സമാധാനത്തിന്റെ പ്രഭു. കണ്ടോ, രക്ഷകൻ ഈ ഭൂമിയിൽ വരും മുമ്പേ യെശയ്യാവ് പറയുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം എന്ന് വെച്ചാൽ രക്ഷ അവന്റെ തോളത്തിരിക്കുന്നു. സ്വന്തം ഭൂമിയിലെ സകല മാനവജാതിയുടെയും രക്ഷ അവന്റെ തോളത്തിരിക്കുന്നു. കരമുയർത്തി ദൈവത്തിന് സ്വതന്ത്രം ചെയ്യാമോ? എന്നിട്ട് കർത്താവിന്റെ ഗുണം പറയുന്നു, അവൻ അത്ഭുത മന്ത്രി. എന്താ ഈ അത്ഭുത മന്ത്രി എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയാമോ? അത്ഭുത മന്ത്രി എന്ന വാക്കിന്റെ അർത്ഥം, ദൈവമക്കൾ എന്ന് പറയാം, അത്ഭുത മന്ത്രി എന്ന വാക്കിന്റെ അർത്ഥം അത്ഭുതം ചെയ്യുന്നവൻ ആണോ? അത്ഭുത മന്ത്രി എന്ന വാക്കിന്റെ അർത്ഥം അത്ഭുതം ചെയ്യുന്നവനായിട്ടല്ല, എല്ലാ വകുപ്പും ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുന്നവൻ. സ്വതന്ത്രം പറഞ്ഞാട്ടെ. എങ്ങനെ? എല്ലാ വകുപ്പും ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ കരുത്തുള്ള ഒരു മന്ത്രി ഉണ്ടെങ്കിൽ നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തു. ഒരു സ്വതന്ത്രം പറയാം. ഏതെങ്കിലും നമുക്കറിയാം, ഇവിടെ ഈ ഭൂമിയിൽ തന്നെ, കേരളത്തിൽ തന്നെ 22 മന്ത്രിമാരുണ്ട്. ഓരോ മന്ത്രിമാർക്കും ഓരോ വകുപ്പാണ്, അല്ലേ? ഓരോ മന്ത്രിക്ക് ഓരോ വകുപ്പ്. നമ്മുടെ കേരളത്തിലെ സ്വതന്ത്രം ചെയ്യുന്നു ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ പേരെന്ന് പറഞ്ഞാട്ടെ, ആ സഹോദര ആന്റിമാരെന്ന് പറയും ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ പേര് വീണ ജോർജ്. എല്ലാ പെന്തിക്കോസുകാർക്ക് അവരെ മറക്കൂല. കാര്യം എന്നറിയാമോ? എല്ലാ പെന്തിക്കോസും ആശുപത്രിയല്ലേ, അല്ലെങ്കിൽ പറഞ്ഞാട്ടെ. ഏത് പെന്തിക്കോസ് സമയം ചെന്നാലും എല്ലാ എണ്ണ ഹോസ്പിറ്റലിനകത്ത ഒരു അല്ലേല് പറയാം. കാര്യം പെന്തിക്കോസുകാർ ആരോഗ്യക്കാരെ നഷ്ടപ്പെട്ടു. ഞാൻ ഇന്നലെ നമ്മുടെ
കോളേജിന്റെ ഇന്നലെ മെഡിക്കൽ കോളേജിന്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ കോളേജിൽ ചെന്നു. എമർജൻസി ആയിട്ട് ഞങ്ങളെ ഒരാളെ കാണാൻ ചെന്നതാണ്. ആളെ കാണാൻ ചെന്നു. എന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെ കാണാൻ ഞാനും വൈഫുമായിട്ട് ചെന്നു. സത്യത്തിൽ അവിടെ ചെന്ന് അവരെ ഒരു വാക്ക് പ്രാർത്ഥിച്ചപ്പോണ്ട് അതിന്റെ അപ്പുറം ഇപ്പുറം കിടക്കുന്ന സകല ആന്റിമാരും എന്നെ കൈയാട്ടി വിളിക്കുന്നു, ഇങ്ങോട്ട് വന്ന് പ്രാർത്ഥിക്കായി. ഞാൻ നോക്കിയപ്പോ എന്റെ ദൈവമക്കളെ, എന്റെ ഷാജി പാസ്റ്റേ, എല്ലാ പെന്തിക്കോസുകാരികൾ സ്വത്രം പറഞ്ഞാട്ടെ. അതുകൊണ്ട് വീണ ജോർജിനെ നമ്മൾ മറക്കൂല, അല്ലെങ്കിൽ പറഞ്ഞാട്ടെ. വീണ ജോർജിനെ നമ്മൾ മറക്കൂല. കാര്യം അറിയാമോ, അവര് ആരോഗ്യ വകുപ്പ് മന്ത്രിയാണെങ്കിലും ആ ഒരു വകുപ്പ് പോലും അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. പറ്റുന്നുണ്ടോ? ഇല്ല. ആ ഒറ്റ വകുപ്പ് കൊടുത്തിട്ടും വീണ ജോർജിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. ട്രാൻസ്പോർട്ട് മന്ത്രി സ്വതന്ത്രം ചെയ്യുന്നു. ആ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്ന വ്യക്തിക്ക് പോലും ആ വകുപ്പ് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഈ എല്ലാ വകുപ്പും ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ കരുത്തുള്ള ഒരു രക്ഷകനുണ്ട്, നമ്മുടെ കർത്താവ് യേശുക്രിസ്തു. അതുകൊണ്ടാണ് അവന്റെ പേര് അത്ഭുത മന്ത്രി. അത്ഭുതം ചെയ്തതല്ല, രോഗശാന്തി ചെയ്യുന്ന. രോഗശാന്തി കിംസിൽ നടക്കും. രോഗശാന്തി എവിടെ ആക്കും? കിംസിൽ പോയാൽ രോഗശാന്തി കിട്ടും. സ്വതന്ത്രം ചെയ്യും അല്ലേ? പക്ഷെ അതല്ല പ്രത്യേകത. അത്ഭുത മന്ത്രി എന്ന് പറയുമ്പോൾ സകല വകുപ്പുകളും ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ ഒറ്റ രക്ഷകനേ ഉള്ളൂ. അതാണ് നമ്മുടെ അത്ഭുത മന്ത്രി. സ്വതന്ത്രം. അതുകൊണ്ടാണ് പറയുന്നത് അവർ അത്ഭുത മന്ത്രി. രക്ഷിപ്പാൻ കരുത്തുള്ളവൻ, ആരാലും കഴിയാത്തത്, ആരെ കൊണ്ടും സാധിക്കാത്തതിനെ സ്വതന്ത്രം ചെയ്യുന്നു. രക്ഷിപ്പാൻ കഴിവുള്ള ഒരുവൻ മാത്രമേ ഉള്ളൂ, നമ്മുടെ കർത്താവ് യേശുക്രിസ്തു. ഇത് നമ്മുടെ പിതാക്കന്മാർ അറിഞ്ഞിട്ടാണ് അവർ പ്രാർത്ഥിച്ചത്. സിയോനിൽ നിന്നും ആ രക്ഷ ഒന്ന് വന്നെങ്കിൽ ഞങ്ങൾ അങ്ങ് രക്ഷപ്പെട്ടു പോയനെ. സ്വതന്ത്രം പറഞ്ഞാട്ടെ. രാജാവായിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. രക്ഷകൻ വന്നാലേ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ രക്ഷപ്പെടത്തും. പക്ഷെ രക്ഷകൻ വരണമല്ലോ. ഈ രക്ഷകൻ ഭൂമിയിൽ വന്നാൽ ആ ലോകം മുഴുവനും രക്ഷപ്പെടുമെന്ന് അറിയാം. അതുകൊണ്ട് സാത്താന്റെ ഏക പരിപാടി സ്വതന്ത്രം, രക്ഷകൻ വരാൻ പാടില്ല. ഏലിയാവൊക്കെ ആഗ്രഹിച്ചു, പിതാക്കന്മാരൊക്കെ രക്ഷയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചു. പക്ഷെ അന്ന് ആ രാജ്യത്തെ അടച്ചു വാഴുന്ന രാജാക്കന്മാരൊക്കെ സ്വതന്ത്രം ചെയ്യുന്നു. രക്ഷ കാണാനും ദൈവമഹത്വം കാണാൻ അനുവദിച്ചില്ല. നിങ്ങൾക്കറിയാം, യേശുക്രിസ്തു രക്ഷകൻ വരാൻ ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ തന്നെ യെശയ്യാ പ്രവചിച്ച ആ വാഗ്ദത്തങ്ങളും സ്വതന്ത്രം ചെയ്യുന്നു. ആ പ്രവചനങ്ങളോട് നിറവേറുമെന്ന് രാജാക്കന്മാർക്കറിയാം. അതുകൊണ്ട് ഈ രക്ഷകനായ യേശു ഈ ഭൂമിയിൽ വരാതിരിക്കാൻ സ്വതന്ത്രം ചെയ്യുന്നു. രാജാക്കന്മാര് കളിച്ച കളി സ്വതന്ത്രം, ആ രക്ഷ ഇങ്ങോട്ട് വരാതിരിക്കാൻ 2 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളെ കൊല്ലാൻ വേണ്ടി രാജാക്കന്മാർ കൽപ്പന കൊടുത്തില്ലേ? ആ കുഞ്ഞുങ്ങളെ കൊല്ലാനല്ല അവർ ആഗ്രഹം, പക്ഷെ രക്ഷകൻ മരിക്കണം. സ്വതന്ത്രം പറഞ്ഞാട്ട് രക്ഷകനെ കൊല്ലണം, ഇതാണ് രാജാക്കന്മാരുടെ ആഗ്രഹം. ഈ പിതാക്കന്മാരുടെ കാലഘട്ടത്തിലും അവർ രക്ഷകനെ കാണാൻ ആഗ്രഹിച്ചുവെങ്കിലും രക്ഷകന്റെ മഹത്വം അവർ കണ്ടു, രക്ഷകന്റെ വിടുതൽ അവർ കണ്ടു. അപ്പം രാജാക്കന്മാർക്ക് മനസ്സിലായി ഇവര് പ്രാർത്ഥിച്ചാൽ വൻ കാര്യങ്ങൾ നടക്കുമെന്നറിയാം. അതുകൊണ്ടാണ് ഏലിയാവിനെ വരെയൊക്കെ ഈ ഭൂമിയിൽ നിന്ന് തകർക്കാൻ തക്കവണ്ണം 850 ബാലിന്റെ പ്രവാചകന്മാര് വരെ സ്വതന്ത്രം ചെയ്യുന്നു. അവരൊന്നും ഭൂമിയിൽ ജീവിച്ചിരിക്കാതിരിക്കാൻ വേണ്ടി ബാലിന്റെ പ്രവാചകന്മാര് ഏലിയാവിന് വേണ്ടിയൊക്കെ എഴുന്നേൽപ്പാൻ തുടങ്ങി. നിങ്ങൾക്കറിയണമോ, അന്നത്തെ കാലഘട്ടങ്ങളിൽ ഇസ്രായേലിൽ 12 ഗോത്രമുണ്ടായിരിക്കുമ്പോൾ ലോക ചരിത്രത്തിൽ ഏറ്റവും കാണാൻ സൗന്ദര്യമുള്ള സ്ത്രീകളാണ് ഇസ്രായേൽ സ്ത്രീകൾ. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. ലോക രാജ്യങ്ങളിൽ ഏറ്റവും സൗന്ദര്യമുള്ള സ്ത്രീകളാണ് ഇസ്രായേൽ സ്ത്രീകൾ. ഇസ്രായേൽ 12 ഗോത്രമുണ്ട്. ആ 12 ഗോത്രത്തിലെ രാജാവാണ് ആഹാവ്. ഇസ്രായേൽ രാജാവാണ് ആഹാവ്. ഈ ആഹാവ് രാജാവ് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗോത്രം ചെയ്യുന്നു. ഈ ആഹാവ് ഇത്രയും സൗന്ദര്യമുള്ള
കഴിക്കാതെ സ്വന്തം തൊട്ട് അയൽ രാജ്യമായ സീദോനിൽ ചെന്ന് സീദോന്യ രാജാവായ എൻബല്ലത്തിന്റെ മകളെ വിവാഹം കഴിച്ചു. അതെന്തിനെന്നറിയാമോ? അയൽ രാജ്യത്ത് സീദോന്യ രാജാവായ എൻബല്ലത്തിന്റെ മകളെ വിവാഹം കഴിക്കാൻ കാരണം സീദോനിൽ 36 ഗോത്രമുണ്ട്. ഒരു സ്വത്രം പറഞ്ഞാട്ടെ, എത്ര ഗോത്രം? ഇസ്രായേലിൽ 12 ഗോത്രമുള്ളപ്പോൾ സീദോൻ എന്ന് പറയുന്ന രാജ്യത്തിൽ 36 ഗോത്രമുണ്ട്. 36 ഗോത്രം സീദോനിലുള്ളപ്പോൾ ഈ 12 ഗോത്രത്തിന്റെ അധികാരി ചെന്ന് 36 ഗോത്രമുള്ള ആ സീദോനിൽ ചെന്ന് ഇസബേലിനെ കല്യാണം കഴിക്കാൻ കാരണം ആ രാജ്യത്തെ പിടിച്ചടക്കാൻ വേണ്ടിയാ. സ്വതന്ത്രം ചെയ്യുന്നു. ആ രാജ്യം കൂടെ അവന് കിട്ടും. ഇതാണ് ആഹാബിന്റെ ഏക ലക്ഷ്യം. പക്ഷേ ഒരു കാര്യം ദൈവമക്കൾ ഇന്ന് രാത്രി മനസ്സിലാക്കണം. ഏലിയാവ് സ്തോത്രം ചെയ്യുന്നു. ഏലിയാവ് മുഴങ്കാലുമടക്കി പ്രാർത്ഥിക്കുവാൻ ഇസ്രായേലിലുള്ള കാലത്തോളം സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കൾക്കെതിരായി ഏത് രാജാക്കന്മാർ എഴുന്നേറ്റാലും അത് നടക്കുകയില്ല എന്ന് വിശ്വസിക്കുന്നവർ കാലമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി തിരുസഭയോടെ എന്നെ കേൾക്കുന്ന മക്കളോട് ദൂത് പറയുന്നു. രക്ഷ വരുമ്പോൾ ദൈവം നമ്മുടെ സ്ഥിതി മാറ്റും. എന്റെ സ്ഥിതി ഇന്ന് രാത്രി മാറും എന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി കരമുയർത്തി ചേർന്ന് കർത്താവിന് സ്തോത്രം പറയാമോ? എന്റെ സ്ഥിതി കർത്താവ് മാറ്റും. ആ രക്ഷകൻ ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം വേഗത്തിൽ വായിക്കാം. ലൂക്ക് 2:11. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ആർക്ക്? നിങ്ങൾക്കായി ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. ആമേൻ. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് നാളെയല്ല. ആത്മാവ് ഈ രാത്രി ഈ ഓൺലൈനിലൂടെ ദൈവാത്മാവ് ശക്തമായി പറയുന്നു, നാളെയല്ല ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ജനിക്കാൻ പോകുന്ന രാത്രിയാണ്. എത്ര മക്കൾ വിശ്വസിക്കുന്നുണ്ട്? രക്ഷ ജനിച്ചിരിക്കുന്നു. കർത്താവായ രക്ഷിതാവ് നാളെയല്ല, അടുത്ത ദിവസമല്ല, 3-ാം ദിവസമല്ല, നാളത്തെ കൺവെൻഷൻ അല്ല. ജനങ്ങളുടെ ഉള്ളത്തിനകത്ത് ഈ രക്ഷിതാവ് ദൈവാത്മാവ് ഇന്ന് രാത്രി ജനിച്ചിരിക്കുന്നു. ജനിക്കാൻ പോകുന്നെന്നല്ല, ജനിക്കുമെന്നല്ല, ജനിച്ചിരിക്കുന്നു. വിശ്വസിക്കാൻ തയ്യാറാവൂ. ഇതിനകത്തിരിക്കുന്ന ചില ദൈവത മക്കളുടെ കുടുംബത്തിനകത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ, നിങ്ങളുടെ കൂടപ്പുറപ്പുകളോ, നിങ്ങളുടെ തലമുറകളോ, നിങ്ങളുടെ പ്രിയപ്പെട്ടവനോ ഒക്കെ ഈ രക്ഷ കരസ്ഥമാക്കാതെ ആരെങ്കിലും മാറിയിരിക്കുന്നുവെങ്കിൽ ഈ ബൈബിൾ കൺവെൻഷൻ നടക്കുമ്പോൾ ഈ രക്ഷ അവരെ തേടിച്ചെല്ലാൻ പോവുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന വെറുതെ ആകത്തില്ല. നിങ്ങളുടെ തലമുറകളെ ഈ രക്ഷ ഇന്ന് രാത്രി തേടിച്ചെല്ലുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്നുണ്ട്. ആ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 71-ാമത്തെ വാക്യം വായിക്കാം. 71-ാമത്തെ വാക്യം, 1:71. തന്റെ ദാസനായ ദാവീദിന്റെ ഗ്രഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നത്. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്ന ഒരു പദമാണ് രക്ഷയുടെ കൊമ്പ്.
നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവാണ്. കർത്താവിന്റെ കൊമ്പ് എപ്പോഴും ഉയർന്നിരിക്കും. അതിനെ താഴ്ത്തുവാൻ ആർക്കും കഴിയത്തില്ല. അത് രാജാക്കന്മാർക്കോ അത് നേതാക്കന്മാർക്കോ സുവിശേഷ വിരോധികൾക്കോ ഒന്നും ആ കൊമ്പിനെ തകർക്കാൻ കഴിയത്തില്ല. ആ രക്ഷയെ ഒതുക്കുവാൻ കഴിയത്തില്ല. ആത്മാവ് ശക്തമായി ഈ ലൈനിലൂടെ പറയുന്നു. ആമേ. പരിശുദ്ധാത്മ ഒരു പക്ഷേ ഈ ഓൺലൈൻ ദൈവ കുഞ്ഞുങ്ങൾ മാത്രമല്ല ഇത് കേൾക്കുന്നത്. രക്ഷയുടെ കൊമ്പ് ഉയർന്നിരിക്കുന്നു. ആരാണ് രക്ഷയുടെ കൊമ്പ്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ് രക്ഷയുടെ കൊമ്പ്. ആ കൊമ്പിനെ മുറിക്കാൻ ആർക്കും സാധ്യമല്ല. ആ കൊമ്പ് ആയിരങ്ങളെ ലോകം മുഴുവനും രക്ഷിപ്പാൻ ഉദിച്ച ഒരു കൊമ്പാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ഇതൊരു കൺവെൻഷൻ ആയതുകൊണ്ടാണ് ഞാൻ ആ പദം ഇന്ന് രാത്രി ഉദ്ധരിക്കുന്നത്. ധനവും മാനവും പുരാതന സമ്പത്തുമല്ല മക്കളെ നമ്മുടെ ലക്ഷ്യം. രക്ഷ നമ്മുടെ ഹൃദയത്തിനകത്തുദിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ സ്ഥിതി മാറും. ദൈവസഭയുടെ സ്ഥിതിയൊക്കെ മാറിയതും പെന്തക്കോസ്ത് ഗോളത്തിനകത്ത് ഇത്രമാത്രം സ്വന്തം നമുക്ക് സന്തോഷിക്കാൻ വകയുള്ളത് ഈ രക്ഷ നമ്മുടെ അകത്ത് വന്നപ്പോൾ കർത്താവ് നമ്മുടെ സ്ഥിതി മാറ്റി. വിശ്വസിക്കുന്ന മക്കൾ ഒന്ന് കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ഇനി നാളുകളേറെയില്ല. രക്ഷകൻ വന്നു. സ്തോത്രം ചെയ്യുന്നു. നമ്മളെ രക്ഷിച്ചു, നമ്മളെ വീണ്ടെടുത്ത് ഈ ഭൂമിയിലേക്ക് ആക്കി വച്ചിട്ട് രക്ഷകൻ പിതാവിന്റെ മഹിമയുള്ള വലത്തുഭാഗത്തിരിക്കുന്നു. ആ രക്ഷകൻ ഇനി വരുന്നത് രക്ഷിക്കാനല്ല. ഇനി രക്ഷകൻ വരുന്നത് നമ്മളെ ഇവിടുന്ന് സ്തോത്രം ചെയ്യുന്നു. നമ്മളെ ഇവിടുന്ന് രൂപാന്തരപ്പെടുത്തി നിത്യതയിൽ കൊണ്ടടിപ്പിക്കാനാണ് ഈ രക്ഷകൻ ഇനി വരുന്നത്. സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് രക്ഷകൻ വരും മുമ്പ് ഈ ഭൂമിയിലായിരിക്കുന്ന